ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കുന്ന 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്നാണ് നിർണായകമായ ചോദ്യങ്ങൾ ഇന്നുണ്ടായത്. ശബരിമല യുവതീ പ്രവേശനത്തിനായി കോടതിയെ സമീപിച്ചത് അയ്യപ്പ ഭക്തരാണോ എന്നാണ് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചത്. ഇവർക്ക് ശബരിമല ക്ഷേത്രവുമായി എന്ത് ബന്ധമാണുള്ളതെന്നും ജസ്റ്റിസ് BV നാഗരത്ന ആരാഞ്ഞു. അയ്യപ്പ ഭക്തരല്ലാത്ത ഹർജിക്കാരൻ്റെ ആവശ്യം എങ്ങനെയാണ് കോടതി പരിഗണിച്ചതെന്നും കോടതി ചോദിച്ചു. സാധാരണഗതിയിൽ ഇത്തരമൊരു ആവശ്യവുമായി സിവിൽ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഈ കേസുമായി അവരുടെ ബന്ധം കോടതി ചോദിക്കും. അത് തെളിയിക്കാനായില്ല എങ്കിൽ സിവിൽ കോടതി അത് തള്ളുകയാണ് പതിവെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാട്ടി. 2006-ൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2006-ൽ ഇക്കാര്യം കോടതി പരിഗണിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ തള്ളേണ്ടതായിരുന്നുവെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ നിരീക്ഷണം. ഒരു മതവിഭാഗത്തിലെ ആചാരങ്ങൾ അന്യമതത്തിൽപ്പെട്ടവർക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് കോടതിയെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ഇതിന് ഉദാഹരണമായി തുഷാർ മേത്ത കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് തുഷാർ മേത്തയുടെ വാദം സുപ്രീം കോടതിയിൽ പൂർത്തിയായി. നാളെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജൻ്റെ വാദമാണ് കോടതിയിൽ ആദ്യം നടക്കുക. തുടർന്ന് NSSന് വേണ്ടി സീനിയർ അഭിഭാഷകൻ CS വൈദ്യനാഥനും തന്ത്രിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ V ഗിരിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയും വാദമുന്നയിക്കും. സംസ്ഥാന സർക്കാരും നാളെ വാദമുന്നയിക്കുവാനാണ് ശ്രമം നടത്തുന്നത്. B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.